വൈൽഡ് കാർഡുകൾ കത്തിക്കേറിയ ദിവസമാണ് അല്ലെ. പുതിയ താരോദയങ്ങൾ, പുതിയ ഗെയിമേഴ്സ് വന്നിരിക്കുകയാണ്. സിബിൻ, പൂജ, അതേപോലെ ജാസ്മിനെയും ഗബ്രീനെയും പവർ ടീമിനെ തച്ചുടച്ചുകൊണ്ടാണ് ബാക്കി ടീമുകാർ ഇന്ന് ടാസ്ക് കളിച്ചത്. ഒരു കാര്യമുണ്ട്, പക്ഷെ ഇതിനകത്തുള്ള വിജയിനെ പവർ ടീം നേരത്തെ തന്നെ നിശ്ചയിച്ചോ? അതായത് ഒരു ടീമിന്റെ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ഇവര് മതി, നമുക്കെതിരായിട്ട് മത്സരിക്കാൻ ഇവരെ ജയിപ്പിച്ചാൽ മതി എന്ന് അപ്സര തെരഞ്ഞെടുത്ത് കഴിഞ്ഞായിരുന്നോ? എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോയത് സത്യം പറഞ്ഞാൽ നമ്മുടെ BB+ലാണ് കൊണ്ടുപോയത്. എപ്പിസോഡല്ല, BB+ലാണ്, സിബിനാണ് കൊണ്ടുപോയത്. ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ഭാഗം പൂജ, അതേപോലെ വൈൽഡ് കാർഡുകളുടെ തന്ത്രങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വന്നപ്പോൾ ബാക്കിയുള്ളവർ ഉഷാറാവുകയാണ് ചെയ്തത്. ഈ ഒരു ടാസ്ക്, ഹോട്ട് സീറ്റ് ടാസ്ക്, നമ്മുടെ ബാക്കിയുള്ള ടീമുകാരൊക്കെ വളരെ റെഡി ആയിട്ട് നിന്നു. പക്ഷെ പവർ ടീം റെഡി ആയിട്ടില്ലായിരുന്നു. അവർ വേണ്ട പ്രിപ്പറേഷൻ എടുത്തിട്ടില്ലായിരുന്നു. അവർക്ക് നേരെയാണ് ഇത് വരാൻ പോകണമെന്നും അവർ വിചാരിച്ചിട്ടുമില്ല അല്ലേ. അപ്പൊ ഇന്നത്തെ ടാസ്ക് കൊണ്ടുപോയ ആദ്യത്തെ ടീം എന്ന് പറയുന്നത് അത് നെസ്റ്റ് ടീമായിരുന്നു. അത് സിബിന്റെ ടീമായിരുന്നു. സിബിന്റെ പ്രകടനം നല്ല ലളിതമായി, മാന്യമായി, നല്ല രീതിയിൽ ആ പുള്ളിക്കാരന് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. പവർ ടീമിനെ തച്ചടച്ച് കഴിയാൻ കയ്യിൽ കൊടുത്തു, ക്യാപ്റ്റനെ തച്ചടച്ച് കയ്യിൽ കൊടുത്തു. അതേപോലെ തന്നെ ട്രിഗർ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. എല്ലാം ഇന്ന് സിബിന് കഴിയുന്നുണ്ടായിരുന്നു. മോഡറേറ്ററായ ജാസ്മിനെ മോഡറേറ്റർ എന്താണെന്ന് ബിഗ് ബോസ് കാണിച്ചു കൊടുത്തു. അതിലൂടെ തന്നെ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ജാസ്മിൻ എന്ന് പ്രൂവ് ചെയ്യാനും സിബിന്റെ ടീമിന് ഇന്ന് സാധിച്ചു. അതെ, അവർക്ക് സാധിച്ചു. അതേപോലെ തന്നെ ജാസ്മിനെ ഗബ്രീനെയും ട്രിഗർ ചെയ്യാൻ സാധിച്ചു. ഗബ്രി റിപ്പോർട്ടറിൽ നിന്ന് മാറി ഗബ്രി ആയിട്ടാണ് അവിടെ നിന്നത്. കാര്യം ട്രിഗർ ആയിപ്പോയി ഗബ്രി പല സ്ഥലത്തും. അത് അവസാനം പവർ ടീമുകാർക്ക് തന്നെ മനസ്സിലായി. അവർ അവസാനം പറഞ്ഞു, നീയാണ് വെറുതെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊളമാക്കിയതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജാസ്മിന്റെ കടല് പോലെ ചോദ്യത്തിന് യെസ് ഓർ നോ ഉത്തരം പറയാൻ പറഞ്ഞു. എനിക്ക് യെസ് ഓർ നോ പറയാൻ പറ്റില്ല, നോ പറഞ്ഞാൽ യെസ് പറഞ്ഞാൽ വ്യക്തമായ എക്സ്പ്ലനേഷൻ എനിക്ക് തരേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടുകൂടി ഇറങ്ങിപ്പോയി. ഇനി കിടന്നങ്ങ് മെഴുകിക്കോ എന്നും പറഞ്ഞ് സിബിന്റെ ടീം ഇന്ന് ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ച. അവർക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. സത്യം, അവർ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് കളിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി അടുത്തത് പവർ ടീമിന്റെ സത്യം പറഞ്ഞ ക്യാപ്റ്റനെ അവർ തീർത്ത് കളഞ്ഞെന്ന് വേണം പറയാൻ. സിബിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ടീമിൽ അൻസിബ കറക്റ്റ് പോയിന്റുകൾ കറക്റ്റ് രീതിയിൽ ട്രിഗർ ചെയ്യാൻ അൻസിബയ്ക്ക് സാധിച്ചു. അതിനകത്ത് പല കാര്യങ്ങളും ക്രാക്ക് ചെയ്യാനും ഗബ്രീനെ ക്രാക്ക് ചെയ്യാൻ പല രീതിയിൽ അൻസിബയ്ക്ക് പറ്റി. അതേപോലെ തന്നെ അപ്സരേനെ ട്രിഗർ ചെയ്യാൻ പറ്റിയായിരുന്നു ഈ സംഭവത്തിൽ. പക്ഷെ അത് കഴിഞ്ഞ് അപ്സര അതിനെ ഇതാക്കി തിരിച്ച് പറഞ്ഞു, ഇങ്ങനെയാണോ പട്ടീനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ തിരിച്ച് അത് ശരിയാക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ശ്രീരേഖയ്ക്ക് ജാസ്മിൻ ഇന്ന് ട്രിഗർ ചെയ്യാൻ പറ്റി. ആ ചോദ്യത്തിന് ശേഷമാണ് ജാസ്മിൻ ഇന്ന് ട്രിഗറായിട്ട് ഇടയിൽ കയറി സംസാരിച്ചത്. അതേപോലെ തന്നെ ശ്രീതു വരെ ഇന്ന് മുന്നിലേക്ക് വന്നു. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്ന് ആ ടീം നടത്തിയത്. പ്രേക്ഷകർക്ക് വേണ്ടി കളിച്ചത് നെക്സ്റ്റ് ടീമാണ്. ഇനി ജയിച്ച ടീമിനെ കുറിച്ച് പറയാം. അവർ വളരെ സ്ട്രാറ്റജിക്കലി കളിച്ച ടീമാണ് ടണൽ ടീം, പൂജയുടെ ടീം. പൂജ നല്ല രീതിയിൽ തന്നെ കളിച്ചായിരുന്നു. ഗബ്രിയെ ഒരുപാട് സ്ഥലത്തിട്ട് പിടിച്ചു. അതേപോലെ തന്നെ ശരണ്യയും കൂടെ നിന്നു. ഗബ്രിയെ പല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പൂജയ്ക്കും ശരണ്യയ്ക്കും പറ്റി. പോയിന്റ്സ് വെച്ച് തന്നെ ഗബ്രീനെ ക്രാക്ക് ചെയ്തു. ശ്രീകുമാറും അതേപോലെ തന്നെ ബാക്കിയുള്ള ജാൻമണി ഓക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നടത്തിയത് ജാസ്മിൻ ഇവിടെ ശ്രീകുമാറിനെ മറുചോദ്യം ചോദിച്ച് ഇതാക്കാൻ പറ്റിയായിരുന്നു. ശ്രീകുമാറിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റി. പക്ഷെ അവസാനത്തെ ചോദ്യത്തിൽ ശ്രീകുമാർ എക്സ്പ്ലനേഷൻ മുന്നേ ബസറടിച്ചു. അപ്പം എന്നാലും ഈ ടണൽ ടീം സ്ട്രാറ്റജിക്കലി പവർ ടീമിനെ സൂപ്പർ ആണെന്ന് പറഞ്ഞു. അതായത് നല്ലതാണ് പവർ ടീം, വേറെ കുഴപ്പമൊന്നുമില്ല, എതിർത്തില്ല. പ്രേക്ഷകർക്ക് വേണ്ടിയല്ല കളിച്ചത്, അവർക്ക് ചെറുതായിട്ടൊന്ന് സ്ട്രാറ്റജിക്കലി കളിച്ചതുപോലെ എനിക്ക് തോന്നി. പവർ ടീം നല്ലതാണ്, നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് കളിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ അവരുടെ മേലെയുള്ള ഒരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട്, അതായത് അവർക്ക് ഫസ്റ്റ് കിട്ടാനുള്ളൊരു സംഭവത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. സ്ട്രാറ്റജിക്കലി അവർ ചെയ്തതുപോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് നോറയുടെ ടീമിൽ, അതായത് സായി, നോറ, ജയദീപ്, ജിൻഡോ ഉള്ള ടീമിനകത്ത് എനിക്ക് വളരെ കുറച്ചൊരു ബോറിംഗ് സെഷനായിട്ടാണ് തോന്നിയത്. ബോറിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ടുണ്ട്. അതിൽ നോറയാണ് അതിശക്തമായി പ്രതികരിച്ചത്. നിലപാട് ശക്തമായി തന്നെ പറഞ്ഞു, എൻ്റെ ടീമിലെ എല്ലാവരും സൂപ്പറാണ്, എനിക്ക് വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പണൻ്റ് തന്നെയാണ്, എനിക്ക് വേണ്ടത് സായി ആയിട്ട് ഒപ്പണൻ്റ് ആയിട്ടാണ് വേണ്ടത്. അതിൽ സായിയും നന്ദനയും ഓക്കെ ആയിരുന്നു. അതുപോലെ ജയദീപും കുഴപ്പമില്ല. ജിൻഡോ കുറച്ച് വീക്കായിട്ട് എനിക്ക് ആ ഗെയിമിൽ തോന്നി. ഇനി ഈ ആദ്യത്തെ ടണൽ ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ തന്നെ അപ്സര അർജുനും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അപ്സര പറയുന്നുണ്ടായിരുന്നു, ഈ ടീമിനെ തന്നെ അങ്ങ് എടുത്താലോ, ഇവർ കൊള്ളാം, പവർ ടീമിനെ കുറിച്ച് നല്ലതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, പക്ഷേ അതുകൊണ്ടല്ല അവരെടുത്തത്. പക്ഷേ ഈ ടീം മതി നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഇതിൽ ജയിക്കുന്ന ആളാണല്ലോ അടുത്ത പവർ ടീമായിട്ട് മത്സരിക്കുന്നത്. സോ അങ്ങനെ മതി,
അങ്ങനെ മതി എന്നൊക്കെ അപ്സര. ഇത് പിന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, ഇത് പവർ ടീമായിട്ട് മത്സരിക്കുന്നതാണോ അതോ ക്യാപ്റ്റൻസിയിലേക്ക് പോകുന്നതാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട് ഈ ടാസ്ക്. അത് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല, ടാസ്ക് ലെറ്ററിലൊന്നും പറഞ്ഞിട്ടില്ല ഇത് എങ്ങനെയാണെന്നുള്ള. പവർ ടീം ടാസ്ക് ആണോ എന്നും എനിക്കറിയില്ല. സോ അപ്സര എന്തായാലും നേരത്തെ പറഞ്ഞായിരുന്നു ഈ ടണൽ ടീം തന്നെ മതി, മറ്റ് രണ്ട് മത്സരാർത്ഥികളുടെ മറ്റ് രണ്ട് ടീമിൻ്റെ പ്രകടനം കാണുന്നതിന് മുന്നേ. ഇനി അടുത്തത് നന്ദന ജാസ്മിൻ പ്രശ്നം. ഇവിടെ ലൈവിനകത്ത് നന്ദന കാണിക്കുന്ന കുറേ കാര്യങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ എപ്പിസോഡിൽ കൃത്യമായി കട്ട് ചെയ്താണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് നന്ദനയിൽ കുറച്ച് ഓവറായിട്ട് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നന്ദന ജാസ്മിൻ കുറേ കാര്യങ്ങൾ ജാസ്മിൻ തിരിച്ച് നന്ദനയെ ട്രിഗർ ചെയ്ത പോലെ തോന്നി. ആദ്യം നന്ദന ജാസ്മിൻ്റെ അടുത്ത് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് മ്യൂട്ടാണ് ലൈവിൽ കാണിച്ചത്, എപ്പിസോഡിൽ കാണിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെയോ പുറത്തെ കാര്യങ്ങളോ എന്തോ മോശമായിട്ടുള്ള കാര്യങ്ങളും നന്ദന പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. അപ്പോഴാണ് ജാസ്മിൻ നേരത്തെ പുറകെ പോയതും പിന്നെ നന്ദനയാണ് നമുക്ക് ട്രിഗർ ചെയ്ത് കാണാൻ കഴിഞ്ഞത്. നന്ദന കുറച്ചും കൂടെ പ്രവോക്ക് ആയതുപോലെ തോന്നി. അപ്പോൾ എന്തായിരുന്നാലും ജാസ്മിൻ പുറത്ത് നെഗറ്റീവാണെന്ന് കണ്ട് ആ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അകത്ത് പോയി ജാസ്മിനെ നെഗറ്റീവ് പറഞ്ഞ് കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജാസ്മിനെ കാട്ടി നന്ദന നെഗറ്റീവ് ആക്കാതെ നോക്കണം. അത്രേ പറയാനുള്ളൂ. ഇനി അടുത്തത് പവർ ടീമിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഗെയിമുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ഗെയിം കളിച്ചത് ജാൻമണി. ജാൻമണി ഗെയിമല്ല, ജാൻമണിക്ക് പറ്റത്തില്ല. ജാൻമണി പവർ ടീമിനെതിരായിട്ട് തന്നെ നിൽക്കുകയാണ്. അത് രാവിലെ എണീക്കാൻ എനിക്ക് രാവിലത്തെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ കൂടെ ശക്തമായി അപ്സര പവർ ടീമിലുള്ളത് കൊണ്ട് തന്നെ അൻസിബയും ജിൻഡോയും ഒക്കെ എതിർത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നാളെ ഇതിൻ്റെ ബാക്കി കാണാം, അൻസിബ അപ്സരയ്ക്ക് അഗൻസ്റ്റായിട്ട് കളിക്കുന്നത്. ഓക്കെ, ശരണ്യയും ജിൻഡോയും. ജിൻഡോ ഇവിടെ പഴയ ഒരു ഗെയിം പ്ലാനാണ് കൊണ്ടിട്ടത്. അതായത് തുണി ഉടുക്കുന്നത്, നീ നേരാവണ്ണം തുണി ഉടുക്കും, മാന്യമായ രീതിയിൽ തുണി ഉടുക്ക്, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് 50-50 ആണ്. കുറച്ച് പ്രേക്ഷകർ ജിൻഡോയ്ക്കെതിരായിട്ട് തന്നെ നിൽക്കും, കുറച്ച് പ്രേക്ഷകർ ജിൻഡോയുടെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകരുണ്ട്. കാര്യം പ്രേക്ഷകർ പല വിധമാണ്, പല രീതിയിൽ ആൾക്കാർ കമൻറ്റ് ചെയ്ത് എന്താണ് ശരണ്യയുടെ ജഡ്ജ്മെൻറ്റലായിട്ട് നോക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഒരുപാട് പേര് ഇതൊക്കെ നോക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ജിൻഡോയുടെ ഇതിനെ കൂടെ യെസ് പറയുന്ന ആൾക്കാരും ഉണ്ടാവും, നോ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാലും ജിൻഡോ ഇവിടെ ഒരു പഴയ ഗെയിമാണ് എടുത്തിട്ടത്, സോറി പറഞ്ഞു, അത് ചീറ്റിപ്പോയി. അത് ജാസ്മിനോട് കളിക്കുന്ന പോലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് കളിക്കാൻ പറ്റത്തില്ല. കാര്യം ജാസ്മിനോട് കളിക്കുമ്പോൾ അവിടെ എല്ലാവരും കൂടി ജാസ്മിനെതിരായിട്ട് നിൽക്കും. പക്ഷേ ബാക്കിയുള്ളവർ കളിച്ചു കഴിഞ്ഞാൽ പണി വേറെ ആയിട്ട് മാറും. ഇനി അടുത്തത് ശ്രീകുമാറും ജാൻമണിയും. അവർ വലിയൊരു പോയിന്റിൽ അവർ ഒന്നിച്ചു. അതെ, അവരുടെ കാര്യങ്ങളും അവരൊക്കെ പറഞ്ഞ് അവരൊരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ വന്നിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, നിങ്ങളായിട്ട് ഞാൻ എഗ്രി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു, അത് വളരെ നല്ല കാര്യം. അത് അവരവിടെ ഒന്നിച്ചിരിക്കട്ടെ. ഇനി അടുത്തത് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നടന്നത്. നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. ഏപ്രിൽ 9 ഡേ 30 പാട്ടിന് ശേഷം രാവിലെ തന്നെ പവർ ടീമുകാർ അസംബ്ലിയൊക്കെ കൂട്ടാനുള്ള പരിപാടിയാണ്. മോർണിംഗ് എനിക്ക് പറ്റത്തില്ല, ഐ വോണ്ട് ടു ഡു മൈ ജോബ്സ്. ആരായിരിക്കും? ജാൻമണി. എനിക്ക് സ്മോക്കിംഗ് ചെയ്യണം, എനിക്ക് പറ്റത്തില്ല, വാ ചേച്ചി ഇങ്ങോട്ട്. ആരായിരിക്കും? ജാസ്മിൻ. ഇങ്ങോട്ടൊന്ന് വാ ചേച്ചി, ഡിസിപ്ലിൻ അല്ലേ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ ഡേ മൊത്തം പോകുന്ന പരിപാടിയാണ്. അപ്പോൾ സ്മോക്കിംഗ് റൂമിൽ പോയി ജാൻമണി നിൽക്കുകയാണ്. എല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കുന്നു നമ്മുടെ അസംബ്ലിക്ക് വേണ്ടിയിട്ട്. ചേച്ചി ഒന്ന് വാ ചേച്ചി പ്ലീസ്, ചേച്ചി വന്നില്ലെങ്കിൽ എല്ലാവരും വരത്തില്ല, പ്ലീസ് ഐ ഡോണ്ട് വോണ്ട് ടു കം, ഐ ഡോണ്ട് വോണ്ട്, എനിക്ക് പറ്റത്തില്ല, എൻ്റെ മോർണിംഗ് ഇടാൻ. ഒന്ന് വാ, പി ടി ഇല്ല ചേച്ചി, ഒന്ന് വാ. അങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട്. നിങ്ങൾ ഇന്ന് പി ടി ഒന്നുമില്ല, ഇന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് മൈക്ക് യൂസ് ചെയ്യണം, എല്ലാവരും പരസ്പരം വിഷ് ചെയ്തിട്ട് പോവാം, ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പവർ ടീമാരെല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അപ്സര, പവർ ടീം ആയാലും ആരായാലും ചെയ്തില്ലെങ്കിൽ ഏത് പവർ ടീമാണെങ്കിൽ ചെയ്യുന്ന പണി കിട്ടും. അത് ഇനി നമ്മളത് സ്ട്രിക്റ്റായിട്ട് ചെയ്യണം. പവർ ടീമിൻ്റെ പേരിൽ നമുക്ക് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കണം. അപ്പോൾ അർജുൻ, ജാൻമണിക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം, പിന്നല്ലാണ്ട് ഒന്നെങ്കിൽ ജയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുറി കൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്തണം. അപ്പോൾ അർജുൻ, പിന്നെ ഞാനാണെങ്കിൽ സിഗരറ്റ് മാറ്റി വെക്കും. അപ്പോൾ സായി തന്നെ നടന്നു വരെയാണ്. രാവിലെ തന്നെ സിഗരറ്റ് മാറ്റി വെച്ചാൽ പണി കിട്ടത്തില്ലേ? ഇത് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ആക്ടിവിറ്റിക്ക് മുന്നേ വരെ എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ജാൻമണി, എനിക്ക് പറ്റത്തില്ല, അപ്സര എനിക്ക് പറ്റത്തില്ല, എൻ്റെ രാവിലത്തെ ദിവസം പോകുമ്പോൾ അപ്സര. ഗബറി വന്നിട്ടില്ലല്ലോ, ഗബറി വന്നിട്ടുണ്ടായിരുന്നോ? പണ്ട് വന്നിട്ടില്ല. സോ എനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു കം, ഐ ഡോണ്ട് വോണ്ട് ടു ജോയിൻ, പ്ലീസ്. അപ്പോൾ അർജുൻ, ജാൻമണി പവർ ടീമിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഇതൊന്നും ഇങ്ങോട്ട് കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കയറുന്നുണ്ടെങ്കിൽ കളിച്ച് കയറണം. ഐ ഡോണ്ട് വോണ്ട് ഗെറ്റിംഗ് ഇൻ ടു ഫീലിംഗ്. എനിക്ക് സംസാരിക്കേണ്ട നിങ്ങളോട്, എനിക്ക് സംസാരിക്കേണ്ട. അപ്പോൾ അർജുൻ, അല്ല ഇത് മറ്റേ ഇത് കാണിച്ച് കയറാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ല പവർ ടീം. അപ്പം ജിൻഡോ, നീ എന്തോന്ന് കാണിച്ചാടാ കയറിയത്? നീ എന്ത് കളിച്ചിട്ടാണ് കയറിയത്? അർജുൻ, ബാടാ ഇങ്ങോട്ട്, ബാടാ. അവൻ കളിച്ച് കയറിയതാണ് പോലും. അയ്യോ, പിന്നെ കളിച്ച് കയറിയ ആള്. അപ്പൊ ജാൻമണി, ഫസ്റ്റ് ഗബറിയുടെ കാര്യം പറഞ്ഞു തീർക്കട്ടെ. ഗബറി വന്നിട്ടുണ്ടായിരുന്നോ ഫസ്റ്റ് പവർ ടീമില്? ഫൻസിബ, ജാൻമണി ആരും പറയുന്നത് കേൾക്കേണ്ട, ജാൻമണിക്ക് ആവശ്യമില്ല, ജാൻമണി കേൾക്കേണ്ട ആവശ്യമേ ഇല്ല ആര് പറയുന്നത്. ഓക്കെ, ഞാൻ കേൾക്കട്ടില്ല, ഗബറി കേട്ടില്ലല്ലോ.
ജാസ്മിന്റെ ഫേവറിസം കാണിക്കാം, ഗബ്രിക്ക് കാണിക്കാം, എനിക്ക് കാണിച്ചൂടെ? അപ്പൊ അപ്സര ക്യാപ്റ്റൻ എല്ലാരും ഡ്യൂട്ടിക്ക് കയറാൻ പറ, കയറിക്കോ, എല്ലാവരും ഡ്യൂട്ടിക്ക് കയറാൻ പറ. അൻസിബ ഞാൻ കയറത്തില്ല. കാണിച്ചു തരാം, ഒരു ക്യാപ്റ്റൻ ഇറങ്ങിയിരിക്കണം, കാണിച്ചു തരാം. നന്ദന ആര് പറയാനാണ്? ഞാനാരാണ്? എന്നെ കേട്ടണ്ട, നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട് കേട്ടോ. ജാസ്മിന് നിങ്ങൾക്ക് ചേച്ചി എന്തിനാ പറയണത്? ജാസ്മിൻ ഇവിടെ എന്തിനാ വന്നപ്പോൾ തൊട്ട് എൻ്റെ പുറകെ നടക്കുന്നത്? ചേച്ചി ഒന്നും പറയണ്ട, എനിക്ക് കയറേണ്ട ആവശ്യമില്ല, ഞാൻ കയറുമ്പോൾ ഇവിടെ ഓരോരുത്തർക്ക് പറയാനുള്ള അധികാരമുണ്ട്. അപ്പം ജാസ്മിൻ ഇവിടെ നിന്ന് എൻ്റെ പുറകെ നടക്കണം, വന്നപ്പോൾ തന്നെ എൻ്റെ പുറകെയാണ്. ചേച്ചി ഒന്നും പറയണ്ട, ക്യാപ്റ്റൻ ആയാലും ആരായാലും നമുക്ക് നമ്മുടെ വോയിസ് ഉണ്ട്. അപ്പുറത്തെ ശ്രീകുമാറും പൂജയും എല്ലാവരും കൂടെ കറി ഉണ്ടായിക്കൊണ്ടേ. അപ്പം നന്ദന എനിക്ക് എൻ്റെ വോയിസ് ഉണ്ട്. ഇവരാരാണ് പറയാൻ? നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ചെയ്യും അല്ലേ? നീ ചെയ്തോ, നീ നല്ലത് തന്നെ ചെയ്തോ, സൂപ്പർ. അപ്സര പവർ ടീമിൽ കയറണമെന്ന് എല്ലാവരെ കൊണ്ടും ഞാൻ പറയിക്കും. അത്രയ്ക്ക് പുച്ഛമാണ് പവർ ടീമിനോട്, കാണിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജയദീപും ശ്രീരേഖയും നന്ദനയെ കൊണ്ടിട്ടുണ്ട്. നന്ദന സംസാരിക്കാൻ വോയിസ് ഇല്ല, ഇവിടെ ആർക്കും വോയിസ് ഇല്ലെന്നേ. എന്താണിത്? എന്താ പറ്റിയേ? അങ്ങനെ വോയിസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത് നടക്കണ കാര്യമില്ല, കാണിച്ചു കൊടുക്കണം. അപ്പൊ ജാനുവിന് പണിഷ്മെന്റ് കൊടുക്കണം, ജയദീപ് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ടാസ്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ശ്രീരേഖ ആരാണോ ആദ്യം സ്റ്റോപ്പ് ചെയ്തത് അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ സിബിൻ ഇവിടെ ഓരോ പാട്ടൊക്കെ പാടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്സര അപ്പൊ അവിടെ ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്യാതിരുന്നത് അല്ല, അപ്സരല്ല, അൻസിബ. ഇപ്പൊ അവൾ ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞില്ലേ, ചെയ്യാനിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അവൾ ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഞാനെന്തേ അവളുടെ വേലക്കാരിയോ? അവൾ ഓർഡർ ഇടുകയാണ്. ഇപ്പൊ സിബിൻ അപ്പൊ അപ്സര അല്ല അൻസിബ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോയി നോക്കാം ബാത്റൂമിൽ. നോക്കിക്കോ, എനിക്കിപ്പോ എന്തുണ്ട് പ്രശി, എന്തിന് വെറുതെ ഇത് കാണിക്കണം, പോയി നോക്കിയാ പോരെ. അല്ല ചേട്ടാ സിബിൻ, അളിയ എന്നെ ഇൻസൾട്ട് ചെയ്യല്ലേ ഋഷി, എന്നെ ഇൻസൾട്ട് ചെയ്യല്ലേ ചേട്ടാ. താങ്കൾ നമ്മുടെ ടീമൊന്നും അല്ല എന്നെ ഇൻസൾട്ട് ചെയ്ത്. പിന്നെ ഒരു കാര്യമുണ്ട്, അൻസിബയ്ക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് അൻസിബ പറഞ്ഞു ചെയ്യാൻ പറ്റില്ലെന്ന്, അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യാന്ന്. താങ്കൾ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പൊ എന്തിനാണ് ഇതിനകത്ത് കയറി വരണത്? ഇതിനകത്ത് കയറി ഇടപെടണം, അതിനകത്ത് കയറി ചൊറിയാൻ നിൽക്കല്ലേ ഋഷി, കേട്ടാ. അപ്പൊ അൻസിബ സിബിൻ ചെയ്തോ, സിബിന് ചെയ്യണമെങ്കിൽ ചെയ്തോ, ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നില്ല. എന്തിനാ അൻസിബയെ നെഗറ്റീവ് അടിക്കണത്? എനിക്ക് അടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പോകും, സിബിൻ എന്നോട് മിണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് നോറ നോക്കിക്കോ, എന്നെ കൊഞ്ഞണം കുത്തിയിരിക്കുകയാണ്, കാണിച്ചു കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ആ ഗബ്രിയും ആ പവർ ടീമിൽ കയറേണ്ട എന്ത് അവകാശമാണ് ഗബ്രിക്കുള്ളത്? പവർ ടീമിൽ കയറി നിന്നാൽ ഞാൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവളാണ്, അറിയാമോ? പവർ ടീമിൽ നിന്നോട് കൊഞ്ഞനം കുത്താൻ അവൻ എന്താ അധികാരമുള്ളത്? അപ്പോൾ ഉടനെ നീ ചോദിക്കുമോളെ, ചോദിക്ക്, നിനക്ക് ചോദിക്കാനുള്ള സ്ഥലം വരും. ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും, നോക്കിക്കോ. നോറ ക്യാമറയുടെ മുന്നിൽ കൈ കഴുകിക്കൊണ്ട്, ഇപ്പൊ ക്യാമറയാണ് നോറയുടെ കളിസ്ഥലം, പ്ലേ ഗ്രൗണ്ട്, ഗെയിം പ്ലേ നടക്കുകയാണ് നോറയുടെ. എന്നെ ഡിസ്റെസ്പെക്ട് തന്നെയാണ് ചെയ്തത്, അത്രേ ഉള്ളൂ. ജിൻഡോ ആൻഡ് ഗബ്രി രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ്. എങ്ങനെ ഒരാളെ മാത്രം തെറ്റുകാരനാക്കാൻ പറ്റും? ഞാൻ ഇമോഷണൽ ആണ് പോലും, ഞാൻ ഇമോഷണലി വീക്കും അല്ല, ഞാൻ ഇമോഷണൽ ഫൂളും അല്ല എന്ന് പറഞ്ഞ് നോറ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ടാസ്ക്കാണ് ഹോട്ട് സീറ്റ് ടാസ്ക്. ചോദ്യങ്ങൾ ചോദിക്കുന്ന റിപ്പോർട്ടേഴ്സാണ്, അതായത് നമ്മുടെ പവർ ടീം. ഓരോ ടീമുകാർക്കും വന്നിരുന്ന് റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി നല്ല രീതിയിൽ ഉള്ള മറുപടി കൊടുത്തു കഴിഞ്ഞാൽ, സ്പഷ്ടമായ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ആ ടീമായിരിക്കും ജയിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിനിടെ കൂടെ ഇമ്പോർട്ടൻറ്റ് കാര്യം നടക്കുകയാണ്. അതായത് ശ്രീകുമാർ, പൂജ, ജാൻമണി, ശരണ്യ എല്ലാവരും കൂടെ കിച്ചണിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകുമാർ, നിങ്ങൾ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിച്ച് പോകുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല, എനിക്കെന്ത് കുഴപ്പം, ഞാനെന്തിനു ദേഷ്യപ്പെടുന്നത്? ജാൻമണി, ഐ ഗോട്ട് യുവർ പോയിന്റ് പെർഫെക്റ്റ്ലി. അപ്പോൾ അതെ, സത്യം, താങ്ക് യു. മറ്റുള്ളവരുടെ കുടുംബത്തെയും കുട്ടികളെയും സ്ത്രീകളെയും എതിർക്കുന്നതിനെയും ടാർഗറ്റ് ചെയ്യുന്നവരെയാണ് ഞാൻ എതിർക്കുന്നത്, മനസ്സിലായോ ജാൻമണി? Many people are there, not only boys, സ്ത്രീകൾ ഓൾസോ. ഓക്കെ, ദേ ആർ മിസ്യൂസ്ഡ് ബൈ പീപ്പിൾ. ഞാൻ താമസിക്കുന്ന വീട്ടില് ഓണർ നല്ല ഫാമിലിയാണ്, പക്ഷെ എനിക്ക് തിരിച്ചവർക്ക് കാണിച്ചു കൊടുക്കണം, എനിക്ക് കടപ്പാടുണ്ട്, തിരിച്ചു കൊടുക്കണം. ഓക്കെ, എക്സാക്ട്ലി. ജാൻമണിയോട് ഞാൻ യോജിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് സ്റ്റാൻഡ് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ. അപ്പം പൂജ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലേ. അപ്പം ജാൻമണി, ഇഫ് യു ആർ ട്രാൻസ് യു ഹാവ് അക്സെപ്റ്റഡ്, നീ ട്രാൻസ് ആണെങ്കിൽ നീ അത് അക്സെപ്റ്റ് ചെയ്യണം, നീ അതിലേക്ക് മാറണം. അതിന് പകരം നിങ്ങൾ വേറെ പെൺകുട്ടീനെയോ ആൺകുട്ടീനെയോ ചീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, മറ്റുള്ളവരുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, അതാണ് ചെയ്യേണ്ടത് എന്ന് ജാൻമണി പറയാണ്. അപ്പം ഇവിടെ സിബിൻ പറയാണ് ശ്രീധുവിൻ്റെ അടുത്ത്, ഇങ്ങനെ ഇതാണ് കോച്ചിങ്. അതെ, നിന്നോട് മലയാളം ബിഗ് ബോസിൽ വരണം എന്ന് മാത്രം, എന്തുകൊണ്ട് നീ മലയാളം ബിഗ് ബോസ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? മലയാളം ബിഗ് ബോസ്
പറയണം. മലയാളം ഓഡിയൻസാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇത് ആരംഭിക്കുകയാണ്. ടണൽ ടീമാണ് ആദ്യം വരുന്നത്. പൂജ, അഭി, അതായത് ശ്രീകുമാർ, അഭി എന്ന് പറഞ്ഞാൽ ശ്രീകുമാർ, ശരണ്യ, ഋഷി, ജാൻമണി. ടണൽ ടീമാണ് ആദ്യം വരുന്നത്. ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ടീമിൽ നിൽക്കാൻ അർഹതയില്ലാത്ത വ്യക്തി ആരാണ്? പൂജ. ജാൻമണിയാണ് അർഹതയില്ലാത്ത വ്യക്തി. കാര്യം എന്ന് പറഞ്ഞാൽ ജാൻമണിക്ക് കിച്ചൺ ടീമിലൊന്നും ഇപ്പോൾ താല്പര്യമില്ല, മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. പല ഇമോഷണൽ വീക്കാണ്. അപ്പം ശ്രീകുമാർ പറയുന്നത് ജാൻമണിക്ക് ഒരു ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. ഇവിടെയുള്ള സാധാരണ മലയാളികൾക്ക് മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജാൻമണി, ഞാൻ ഇമോഷണലി വീക്കല്ല, ഞാൻ ഇന്ന് ഇമോഷണലി ബ്രേക്ക് ആയതുകൊണ്ട് ഞാൻ ക്യാപ്റ്റനോട് ചോദിച്ചിട്ട് വേറെ ആളെ മാറ്റിയതാണ്. ഞാൻ 15 കൊല്ലമായിട്ട് കേരളത്തിലുള്ള ആളാണ്. എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം, അവർക്കും അറിയാം. പിന്നെ ഒരു മാസമായിട്ട് ഞാൻ ബിഗ് ബോസ് വീട്ടിലുണ്ട്. സോ എന്നെ ആരും കുറ്റപ്പെടുത്തണ്ട. ഓക്കെ. അപ്പം അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ പവർ ടീമിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വളരെ സ്ട്രാറ്റജിക്കലി അവർ പറഞ്ഞു. ശ്രീകുമാർ പറഞ്ഞു വളരെ നിലവിലെ പവർ ടീം വളരെ നല്ല ടീമാണ്. പൂജ, കാര്യവിവരത്തോടെ പെരുമാറുന്നുണ്ട് നിങ്ങളെല്ലാവരും. ശരണ്യ, നിങ്ങൾക്ക് നല്ല യൂണിറ്റി ഉണ്ട്, ഫുഡും ഒക്കെ നല്ല രീതിയിൽ സമയത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഋഷി, ഓവർ കമാൻഡിംഗ് ഒന്നും ആരും കാണിക്കുന്നില്ല. ജാൻമണി, എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് പരാതിയുണ്ട്, എനിക്ക് കുറച്ച് സ്പേസ് വേണം, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ. ഇനി അടുത്ത് പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തി ആരാണ്? ശരണ്യ ആദ്യം. എനിക്ക് ഗബ്രിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഗബ്രി ഇവിടെ വളരെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുകയും അതേപോലെ തന്നെ ലാലേട്ടൻ വളരെ മോശമായിട്ട് തന്നെ പൊരുത്താക്കുകയും ചെയ്ത വ്യക്തിയാണ്. ടാസ്കിനകത്ത് വളരെ ഇതായിട്ടാണ് ഗബ്രി പെരുമാറുന്നത്. പിന്നെ എൻ്റെ മൂക്കിൽ വരെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗബ്രി കാർഡ് ഉപയോഗിച്ചു. ഇവിടെ ശരണ്യ കാർഡ് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഫിസിക്കൽ ടാസ്ക്കാണ്, ഇത് മെന്റൽ ടാസ്ക് അല്ല. സോ കാർഡ് ഉപയോഗിക്കാൻ പാടില്ല. പൂജ, ഇതുപോലത്തെ പഴയ ടാസ്കിൽ താങ്കൾ ഈ കാർഡ് ഉപയോഗിച്ചിരുന്നല്ലോ ഗബ്രി. താങ്കൾ ഇതുപോലെ റിയാക്ട് ചെയ്തിരുന്നല്ലോ. അപ്പൊ അയാൾക്ക് റിയാക്ട് ചെയ്യാൻ പാടില്ലേ? അതും ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു, മെന്റൽ ടാസ്ക് ആയിരുന്നില്ല. അപ്പോൾ ഗബ്രി എന്തിനാണ് പിന്നെ അത് യൂസ് ചെയ്യുന്നത്? ഗബ്രി, ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് മെയിൽ കാർഡല്ല, ഫീമെയിൽ കാർഡാണ്. മനസ്സിലായോ? ആ ഫീമെയിൽ കാർഡ് തന്നെയാണ്. ഫീമെയിൽ കാർഡ് ഉപയോഗിക്കുമ്പോൾ അയാൾ നിങ്ങളോട് പരാതി പറഞ്ഞോ? ആ സ്ത്രീകള് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ കാർഡ് ഉപയോഗിച്ചത്? അല്ല, ഞാനപ്പോൾ പവർ റൂമിന്റെ ആളല്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയല്ല. അപ്പൊ ശരണ്യ, അപ്പൊ നിങ്ങൾ മറ്റേ സ്മൈലി ടാസ്കിനകത്ത് പിന്നെയും ഗബ്രി നമ്മളെ അറ്റാക്ക് ചെയ്തപ്പോൾ കാർഡ് ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് പരാതി ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഗബ്രി, മെയിൽ കാർഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ഫീമെയിൽ കാർഡാണ് ഉള്ളത്. ഫീമെയിൽ കാർഡ് എന്ന് പറഞ്ഞാൽ ഫീമെയിലിന്റെ വീക്ക്നെസ്, മെയിലിന് വീക്ക്നെസ് ഇല്ലല്ലോ. നിങ്ങൾ എന്തോന്നാണ് പറയുന്നത്? ഫീമെയിലിന് വീക്ക്നെസ് ഇല്ലെന്നോ? നിങ്ങൾ എന്തോന്നാണ് ഈ പറയുന്നത്? അപ്പൊ അപ്സര, മതി. നിങ്ങൾ പറഞ്ഞല്ലോ, അവൻ കളിച്ചാ ജയിച്ചെന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു. എന്നാൽ ശരി, അടുത്ത പോയിന്റ്. ഋഷി അടുത്ത്. അപ്സരയ്ക്ക് ഗബ്രി പറഞ്ഞതിനോട് ഒരു തെറ്റും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് വലിയ കുറ്റമായിട്ടും പറയുന്നു. അതെന്തുകൊണ്ടാണ് ഗബ്രിയുടെ കൂടെ നിൽക്കുന്നത്? അപ്സര, ഇപ്പൊ കറന്റ് ഗബ്രി നല്ല രീതിയിൽ ഗെയിം കളിച്ചാണ് മുന്നോട്ട് പോയത്, അതുകൊണ്ടാണ് ഗബ്രിയുടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ അവരുടെ ഇത് കഴിയുക ചെയ്ത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഗബ്രി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ശ്രീകുമാർ ചോദിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ നല്ല മറുപടി ഗബ്രിയും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത ടീമാണ് വരുന്നത്. അപ്പം ഇത് കഴിഞ്ഞ ശേഷം ക്യാപ്റ്റൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ക്യാപ്റ്റൻ ചോദിക്കുക. അപ്പം ജാസ്മിൻ, എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീകുമാറിനോടാണ്. വളരെ മോശമായ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് നിങ്ങൾ വളരെ ഒഴുക്കിനെതിരെ നിന്നിട്ട് വലിയ മാസമായിട്ടാണ് നിങ്ങൾ നോമിനേഷനിൽ കാണിച്ചത്. എന്നിട്ട് നിങ്ങൾക്കെതിരെ നോമിനേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നേരെ തിരിക്കുകയും ട്രാൻസ്ജെൻഡേഴ്സൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്ന് പറയുകയും വളച്ചൊടിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ വിളിച്ചു നിർത്തി സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നതിന് പകരം ഈ ബോധമില്ലാത്ത രീതിയിൽ എന്തിനാണ് പെരുമാറിയത്? അപ്പോൾ ശ്രീകുമാർ, എന്നെ ഈ ഷോയിലേക്ക് ഒരിക്കലും എടുക്കില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എതിര് നിൽക്കുന്ന ആളാണെങ്കിൽ ഞാൻ എൻ്റെ കാര്യമൊക്കെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി എതിരല്ല. ഞാൻ കമ്മ്യൂണിറ്റിക്കോ അതിനുള്ള വ്യക്തിപരമായി എനിക്ക് ഒരു എതിർപ്പുമില്ല. പിന്നെ ജാൻമണി തന്നെയാണ് എനിക്ക് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ജാൻമണിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് സ്ത്രീകളെ കുടുംബത്തിനെയും ആക്രമിക്കുന്ന ഇതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കെതിരെയാണ് ഞാൻ നിൽക്കുന്നത്, അല്ലാണ്ട് കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടല്ല. അത് ജാൻമണിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ജാസ്മിൻ, പിന്നെയും ഇവിടെ ട്രാൻസ്ജെൻഡർ കാർഡ് താങ്കൾ ഇറക്കാൻ നോക്കി. ഇവിടെ നമ്മളെല്ലാവരും ഒന്നാണ്. ഇതുവരെ ഒരു കമ്മ്യൂണിറ്റി, കാസ്റ്റ്, ക്രീഡ്, സെക്സ് അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് നിൽക്കുന്നത്. താങ്കൾ വന്ന ശേഷമാണ് ഇങ്ങനൊരു കാർഡ്, ഇവിടെ ഇങ്ങനത്തെ ഒരു പേര് തന്നെ, ഒരു വേർതിരിവ് തന്നെ വന്നത്. അപ്പോൾ എല്ലാവരും ഇത് നമ്മൾ ഇവിടെ വേരൊന്നും സമ്മതിക്കത്തില്ല. ആ വേര് ഇവിടെ മുളയ്ക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഓക്കെ. സോ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിലപാടില്ലാത്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോഴത്തേക്കും അവിടെ കട്ട് ചെയ്യാണ്, ബസറടിക്കുന്നു. പക്ഷേ ഇയാൾക്ക് പറയാനുണ്ടായിരുന്നു, ആൾക്ക് ശ്രീകുമാറിന്. ആൾക്ക് കഴിഞ്ഞു, ആ സംഭവം കഴിഞ്ഞു. അപ്പോൾ അപ്സര, ഈ ടീം കൊള്ളാമല്ലേ? ആരോട്? അർജുനോട്. അവർക്ക് പവർ ടീമിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അപ്പോൾ അർജുൻ, അത് പിന്നെ അവർ പറയുമല്ലോ, കാര്യം അവർക്ക് ജയിക്കണമല്ലോ. എന്നാലും ഈ ടീമിനെ നമുക്ക് എടുക്കാം, നമുക്കെതിരായിട്ട്.
മനസ്സിലായോ? പവർ ടീമിനെതിരായിട്ട് മത്സരിക്കാൻ ഈ ടീമിനെ എടുത്താൽ മതി. കമ്പാരിറ്റീവ്ലി വീക്കാണെന്ന് അപ്സരയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. ഇനി അടുത്തത് നെക്സ്റ്റാണ്. സിബിൻ പൊളിച്ചടുക്കിയ സംഭവമാണ്. പക്ഷേ എപ്പിസോഡിൽ അടുത്ത BB+ലാണെന്നൊന്ന് കാണിക്കുന്നത്. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ആരുടെയാണ്? ഡെന്നിൻ്റെയാണ് കാണിക്കുന്നത്. അതായത് ആരുടെ? സായിയുടെ ടീമിൻ്റെ. സായിയുടെ ടീം വരെയാണ്. ആദ്യം തന്നെ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് അർഹരല്ലാത്ത, നിങ്ങളുടെ ടീമിലില്ല അർഹനല്ലാത്ത വ്യക്തി ആരാണ്? അപ്പോൾ നന്ദന പറയുന്നുണ്ട് ഞാൻ ജയദീപേട്ടനെ പറയുള്ളൂ, പക്ഷെ ശരിയാവും. സായി പറയുന്നു ജിൻഡോനെയാണ് ഞാൻ പറയുന്നത്. കാര്യം എൻ്റെ പ്ലാനുകളൊക്കെ ജിൻഡോ ഏറ്റെടുത്ത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിൻഡോ പറയുന്നത് ഞാൻ പറയുന്നത് നോറേനെയാണ്. അവൾ ഇവിടെ എൻ്റെ ഫ്ലോർ ക്ലീനിങ്ങിനെയൊക്കെ അവൾ അവതാളത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജയദീപ് പറയുന്നുണ്ട് ഇവിടെ ജിൻഡോ ചേട്ടനെ ഞാൻ പറയുള്ളൂ. കാര്യം ജിൻഡോ ചേട്ടനുള്ള ടീമിനകത്ത് ഒരു അഭിപ്രായം ഉണ്ടാവത്തില്ല, യുനാനിമസ് ആയിട്ട് എല്ലാത്തിനും എതിര് പറയും. നോറ പറയുന്നു ഇവിടെ ഞാൻ ആരെയും വീക്കായിട്ട് കാണുന്നില്ല, നമ്മളെല്ലാവരും സ്ട്രോങ് ആണ് കേട്ടോ, നമ്മളെല്ലാവരും സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കാൻ, അത് നിങ്ങളുടെ എതിരായിട്ട് നിൽക്കാൻ ആരെയായിരിക്കും പറയുന്നത്? ഞാനിവിടെ എനിക്ക് എതിരായിട്ട് നിൽക്കുന്നോളാം, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾ എൻ്റെ എതിരായിട്ടാണ് നിൽക്കേണ്ടത്. അത് സായിനെ ആയിരിക്കും ഞാൻ പറയുന്നത്. നിലപാടുള്ളതാണ് ബിഗ് ബോസ്. അപ്പോൾ എനിക്ക് നിലപാടുള്ള വ്യക്തി തന്നെ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കണം, അത് സ്ട്രോങ് ആയിരിക്കണം എന്ന് നോറ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജിൻഡോ ഞാനിവിടെ പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തത്. അപ്പോൾ ജിൻഡോ പറഞ്ഞു ഞാൻ അർജുനെയാണ് പറയുന്നത്, അർജുനെ. അപ്പോൾ അർജുൻ അതെന്തുകൊണ്ട് തനിക്ക് അർജുനെ പറയേണ്ടി വരും? അർജുൻ സംസാരിക്കേണ്ട ആവശ്യമില്ല, അർജുൻ റിപ്പോർട്ടറാണ്. അയ്യോ റിപ്പോർട്ടറായിട്ടല്ല, ഞാനിവിടെ റിപ്പോർട്ടറായിട്ടാണ് നിൽക്കുന്നത്, അർജുനായിട്ടല്ല നിൽക്കുന്നത്. അത് തന്നെയാണ് അർജുൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. ജിൻഡോ പിന്നെ ഞാൻ റിപ്പോർട്ടറായിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും അർജുൻ ഒരിക്കലും പവർ ടീമിൽ വരേണ്ട ആളല്ല. നമ്മൾ എടുക്കാനിരുന്നത് മറ്റേ ശരണ്യനെയും യമുനേനെയാണ് എടുക്കാനിരുന്നത്, അല്ലാതെ അർജുനെ അല്ല. അർജുനെ നോമിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളഞ്ഞത് എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്ദന എനിക്ക് പറയാനുള്ളത് ഗബ്രീനെയാണ്. കാര്യം വെറുതെ ജാസ്മിൻ്റെ പവർ കൊണ്ട്, ജാസ്മിൻ ചേച്ചിയുടെ പവർ കൊണ്ട് എടുപ്പിച്ചാണ്. പവർ കാണിച്ചാൽ പോരാ, വല്ലതും കളിക്കണം, മനസ്സിലായോ? അതിനാണ് ഞാൻ വന്നേക്കുന്നത്. ഇനി അഭിഷേക് ജയദീപ് ഉടനെ തന്നെ ജയദീപ് ഇപ്പോൾ ഗബ്രിയാണ് ഇതിനകത്തുള്ള ആള്. അതായത് വളരെ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇവിടെ ജാസ്മിൻ്റെ ഷാഡോ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ജാസ്മിനും ഗബ്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോ കണ്ടസ്റ്റൻ്റ് ആണ്. ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ മറ്റൊരാൾ ഇടപെടും. സോ വളരെ വീക്കായിട്ടാണ് എനിക്ക് ഗബ്രീനെ പറയേണ്ടത്. അത് കഴിഞ്ഞ് നോറ പറയാണ് എനിക്കിവിടെ ഒട്ടും യോജിക്കാൻ പറ്റാത്ത ആൾ, അല്ലെങ്കിൽ പവർ ടീമിൽ ഏറ്റവും വീക്കായിട്ടുള്ള അല്ലെങ്കിൽ യോഗ്യനല്ലാത്ത ആൾ ഞാൻ പറയുന്നത് ഗബ്രീനെയാണ്. നിലപാടില്ല, ഷാഡോ ആണ്. പിന്നെ കൊഞ്ഞണം കുത്തി കാണിക്കുന്നുണ്ട്, പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് പേരെയും നോക്കാതെ, അതായത് ഒരാളെ മാത്രം നോമിനേഷനിൽ ഇടുകയും ജിൻഡോനെ നോമിനേഷൻ ഇടുകയും ഇയാൾ പവർ ടീമിൽ കയറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഗബ്രി ഒരിക്കലും യോഗ്യതയല്ല എന്ന് നോറയും പറയുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെ. അത് കഴിഞ്ഞ് സായി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. നോറ എന്ന വ്യക്തിയോട് മാത്രമാണ് ഈ കൊഞ്ഞണം കുത്തി കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മുന്നിൽ ക്ലിയർ ചെയ്ത് തരണം എന്ന് സായി പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രി കൊഞ്ഞണം കുത്തുന്നത് തെറ്റാണോ? കൊഞ്ഞണം കുത്തുന്നത് തെറ്റല്ല. സായി പവർ ബാഡ്ജ് ഉപയോഗിച്ചപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് പവർ ബാഡ്ജ് ഉണ്ട്, പവർ ബാഡ്ജ് ഇട്ടുകൾ പവർ ടീമാണ്. സോ ആ ബാഡ്ജ് ധരിച്ചാണ് നിങ്ങളിത് ചെയ്തതെങ്കിൽ നിങ്ങളിത് പറയാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം റസ്മിൻ പറയുന്നു നമ്മളെന്തായാലും ഒരു കാര്യം കോമൺ ആയിട്ട് വന്ന് പറയും, അല്ല അതാണ് പവർ ടീം, അല്ലാണ്ട് ഓരോരുത്തർ പറയുന്നതല്ല പവർ ടീം, അത് ക്യാപ്റ്റനാണ്. ഓക്കെ ശരി. അങ്ങനെ ജിൻഡോ പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ, രണ്ട് അഭിഷേകുമാരുടെ കാര്യത്തിൽ പ്രശ്നം വന്നപ്പോൾ പവർ ടീമിനെ പിടിച്ച് പവർ ടീം വന്ന് മാറ്റിയിട്ടില്ല, മറിച്ച് ഈ റസ്മിൻ എന്ന് പറഞ്ഞ കുട്ടി നേരെ അയാളെ തട്ടിക്കയറാനാണ് നോക്കിയതെന്നും ജിൻഡോ പറയുന്നുണ്ട്. ഇനിയാണ് സംഭവം. അപ്പോൾ ക്യാപ്റ്റൻ്റെ ഊഴമാണ്. അപ്പോൾ ജാസ്മിൻ മനഃപൂർവ്വം തന്നെ പുള്ളിക്കാരിയെ ട്രിഗർ ചെയ്യാൻ വേണ്ടി നന്ദന വീട്ടിൽ സായിനോടാണ് എനിക്ക് ചോദ്യം. ഈ നന്ദന ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് എന്ത് വിചാരിച്ചിട്ടാണ്? ഇവിടെ ആക്റ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അപ്പം നന്ദന ഞാൻ MBBS പഠിക്കാനൊന്നും അല്ല വന്നത്, അല്ല ഈ കളിയെക്കുറിച്ച് ഒരു ബോധവും ഇല്ല, ഒന്നുമില്ല, കൃത്യമായുള്ള ഒരു സംഭവമില്ല. എന്നിട്ട് എന്തിനായിരിക്കും നന്ദന വന്നത്? അപ്പം സായി കൃത്യമായ ഗെയിം പ്ലാനുകൾ ഉണ്ടാകും. ഇപ്പോൾ ഈ ചാടിക്കയറി സംസാരിക്കുന്നതൊക്കെ ഗെയിം പ്ലാനിൻ്റെ ഭാഗമായിരിക്കാം. ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ പലരും കളിക്കുന്നത്. ഇപ്പം ജാസ്മിൻ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ LGBTQ+ ഒന്നും അറിയാണ്ട് വെറുതെ സംസാരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയണം ആ കുട്ടിക്ക് പോലും ബോധമില്ലെന്ന്. വെറുതെ എന്തിനാണ് നന്ദന ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പം അല്ല ഒരു ചോദ്യം, അപ്പം നന്ദന ഒരു ചോദ്യമേ പാടുള്ളൂ, പിന്നെ ഇതിന് 2-3 ചോദ്യം ചോദിക്കുന്നത്? ഒരു ചോദ്യമേ പാടുള്ളൂ. അല്ല ഞാൻ ചോദിക്കട്ടെ നന്ദന, ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ബസർ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്ദന വെൽ ഡൺ ബിഗ് ബോസ്, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വെൽ പ്ലേ ലവ് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് നേരെ എന്തോ പോയി പറയുന്നു. ലൈവിനകത്ത് ക്ലിയർ ആയിട്ട് കാണാം, എപ്പിസോഡിനകത്ത് ഒന്നും കാണിച്ചിട്ടില്ല. ഒരു ബീപ്പോ അല്ലെങ്കിൽ ഒരു മ്യൂട്ടോ ഒന്നും കാണിക്കാതെ കട്ട് ചെയ്താണ് കാണിച്ചേക്കുന്നത് കേട്ടോ. പക്ഷേ ലൈവിനകത്ത് ക്ലിയർ ആയിട്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ലൈവും ഈ സംഭവം കാണുമ്പോഴത്തേക്കും നന്ദന ഒന്നും പറയുന്നതായിട്ട് തോന്നുന്നില്ല, മനസ്സിലായോ? അപ്പം നന്ദന പോയിട്ട് നന്നായി എന്തോ കാര്യം
എന്തോ സംഭവം അത് നമുക്ക് കേൾക്കാൻ പാടുന്ന ഒരു കാര്യം പറയുന്നത് മ്യൂട്ട് ചെയ്തേക്കെ ചെയ്യുന്നത്. അപ്പം ജാസ്മിൻ ഇങ്ങനെ കരയല്ലേ മോളെ, ഇങ്ങനെ കരയല്ലേ, അപ്പം ഓ പേടി പേടി പേടി, എന്താ പേടി, ദേ പോടനെ തന്നെ ഓ ജാസ്മിനെ സോറി ചേച്ചി, ദേ 1 ഹാൻഡ് ഡിസ്റ്റൻസ്, ദേ ദേഹത്ത് തുടരുത് 1 ഹാൻഡ് ഡിസ്റ്റൻസ്. അതെന്തേ ഗബ്രി ചേട്ടനെ മാത്രമേ കെട്ടിപ്പിടിക്കുള്ളൂ, ഗബ്രി ചേട്ടനെ മാത്രമേ കെട്ടിപ്പിടിക്കുള്ളൂ? എന്താ നിനക്ക് പറ്റിയത് മോളെ, എന്താ നിന്റെ കൺസേൺ, എന്താ നീ ഉദ്ദേശിക്കുന്നത്? അയ്യോ സൂപ്പർ സൂപ്പർ സൂപ്പർ, അയ്യോ ജാസ്മിൻ ചേച്ചി സൂപ്പർ സൂപ്പർ സൂപ്പർ, സമ്മതിച്ച് 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 സമ്മതിച്ച്, എന്താ ഉദ്ദേശിക്കുന്നത്? അയ്യോ സമ്മതിച്ച് ചേച്ചി സമ്മതിച്ച്, എന്താ പറയാ എല്ലാം സമ്മതിച്ച് തന്നേക്കുന്നു. അത് നീ എന്തായി സംസാരിക്കുന്നത്? നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ചേച്ചി എന്നെ കുറിച്ച് എന്താ സംസാരിക്കുന്നത്? ബോധമില്ലെന്നാണ് നിങ്ങൾ സംസാരിച്ചത്, ബോധമില്ലെന്നാണ് നീ സംസാരിച്ചത്. അല്ല എന്താ മോളെ നിനക്ക് പ്രശ്നം? നീ എന്താ കാണിക്കുന്നേ? അയ്യോ എന്താ കാണിക്കുന്നേ? പിന്നെ എന്ന് പറഞ്ഞ് പിന്നെയും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പിസോഡിൽ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നന്ദന ഓ ബുദ്ധിയില്ലാത്തവരാണ് പോലും, ബുദ്ധിയില്ലാത്തത്. അപ്പം സായി വന്നിട്ട് പട്ടിയുടെ വാല് 12 കൊല്ലം കാക്കുമ്പോഴും പട്ടിയുടെ വാല് അങ്ങനെ തന്നെ. അപ്പം നന്ദന ഫുൾ പിന്നെയും മ്യൂട്ടായിട്ടാണ് ലൈവിൽ കാണിക്കുന്നത്. അപ്പം ജാസ്മിൻ മോളെ നീ ഗബ്രിയെ കൊണ്ടിടുന്നത് എന്തിനാണ്? നീ ഗബ്രിയെ കൊണ്ടിടുന്നത് എന്തിനാണ്? ഓ ചേച്ചി ഗബ്രിനെ മാത്രമല്ലേ കാണുന്നുള്ളൂ? ഓ ഗബ്രിനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ഗബ്രിനെ മാത്രമേ ഞാൻ കാണുന്നു, രാത്രി ഗബ്രിനെ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ കേട്ടോ, നോട്ട് ദ പോയിന്റ്. ഡ്രസ്സ് തച്ച് വെച്ചോ മോളെ, നീ ഡ്രസ്സ് തച്ച് വെച്ചോ കേട്ടോ ജാസ്മിൻ ചേച്ചി, ഡ്രസ്സ് തച്ച് വെച്ചോ, കാണിച്ചു തരാം നീ കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പം ജിൻഡോയും നമ്മുടെ നോറയൊക്കെ അന്തം വിട്ടത്, നീ വൈകിപ്പോയി മോളെ, നീ എവിടെ നിന്നാ വന്നേ, നീ എവിടെ ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നന്ദന മോളെ അപ്പോൾ ജാസ്മിൻ മോളെ നീ ഗബ്രിയെ മാത്രമേ കാണുന്നുള്ളൂ? ഞാൻ അത് മാത്രമേ കാണുന്നുള്ളൂ ജാസ്മിൻ ചേച്ചി, ഞാൻ അത് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. ഓഹോ എൻ്റെ പേടിച്ചു പോയോ? പേടിച്ചു പോയി, ഞാൻ വിറയ്ക്കാണ് കണ്ടാ, ഞാൻ വിറയ്ക്കുന്നു. ഓ ഒന്ന് വിറയ്ക്കണം, കാണിച്ചേ ഒന്നും കൂടെ, ഞാൻ വിറയ്ക്കുന്നു. ഓ എനിക്ക് മൂത്രം ഒഴിക്കണം, ഞാൻ പോട്ടെ. അയ്യോ എൻ്റെ കൂടെ വരെയാണോ ജാസ്മിൻ ചേച്ചി? എൻ്റെ കൂടെ വരുന്നുണ്ടോ? അതെന്താണ് താക്കോല് നിങ്ങളുടെ കയ്യിലാണോ? മൂത്രം ഒഴിക്കുന്നത് താക്കോല് നിങ്ങളുടെ കയ്യിലാണോ? എൻ്റെ പൊന്നു സായി ഒന്നിങ്ങി വന്ന് ഈ കുട്ടി പറയുന്ന നോക്കിക്കേ, താക്കോല് നിന്റെ കയ്യിലാണെന്ന്. അയ്യോ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്താ വരുന്നുണ്ടോ ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പം ജിൻഡോ ഇപ്പുറത്ത് വന്നിട്ട് ശ്രീരേഖ എടുത്ത് തകർത്ത് മോളെ, നമ്മൾ തകർത്ത്, സൂപ്പറായിരുന്നു, അടിച്ച് ഇരുത്തി നമ്മൾ. ഓ സൂപ്പറായിരുന്നു. അപ്പം സായി പറയണ്ട സൂപ്പറായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നു. ഇനി BB+ നടന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ടീമാണ് വരുന്നത്. നിങ്ങളുടെ ടീമിൽ നിൽക്കാൻ അർഹതയില്ലാത്ത വ്യക്തി ആരാണ്? അപ്പോൾ ശ്രീരേഖ അങ്ങനെയൊന്നുമില്ല, ഞാനല്ലെങ്കിൽ അൻസിബ. അതെന്തേ നിങ്ങൾക്ക്? അല്ല ഞാൻ പറയാം, നമുക്കിപ്പോൾ അൻസിബേനെയാണ് പറയാനുള്ളത്. കാര്യം കംഫർട്ട് സോണിൽ അൻസിബ വന്നിട്ടില്ല. അപ്പോൾ അൻസിബ അതെ എന്നെ മാക്സിമം ഒരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് സമയമെടുക്കും, പുതുതായിട്ട് വന്നതായതുകൊണ്ട് തന്നെ. അപ്പോൾ ഗബ്രി അതെന്താണ് താങ്കൾക്ക് എന്തേ മറ്റുള്ളവരായിട്ട് മിങ്കിളാവാൻ ഇത്ര ബുദ്ധിമുട്ട്, പുറത്തേക്ക് ഇറങ്ങാൻ? അപ്പോൾ അൻസിബ ഞാനിത് പറഞ്ഞിട്ടാണ് അകത്ത് കയറിയത്, എനിക്ക് ചാടിക്കയറി വഴക്കിടാനൊന്നും പറ്റത്തില്ല. ഓക്കെ എന്നാൽ ശരി. അപ്പം സിബിൻ പറയുന്നുണ്ട് ഇപ്പോൾ ഉത്തരം അൻസിബയാണ്, നാളെ ചിലപ്പോൾ മാറാം. ഓക്കെ അപ്പോൾ അപ്സര അപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ എന്തിനാ ടീമിന് ഇത്ര കഷ്ടപ്പെടുന്നത് മാഡം? അപ്പോൾ സിബിൻ ചോദിക്കും, മാഡം ഇത് നമ്മുടെ ഒരു ടീമല്ലേ, അപ്പോൾ ടീം ആയതുകൊണ്ട് നമുക്ക് ഒരാളെ ടീമിനെ നമുക്ക് വളർത്തിക്കൊണ്ട് വരണമല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഗബ്രി നിങ്ങളുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ ശ്രീരേഖയ്ക്ക് തന്നെ ഒരു ഉറപ്പില്ലല്ലോ ആരാണ് വീക്കായിട്ടുള്ള ആള്. അപ്പോൾ സിബിൻ പറയുന്നത് സ്വയം ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പുള്ളിക്കാരി. ഓക്കെ ശരി എന്നാൽ ശരി. ഗബ്രി പറയണേ എന്തിനാണ് നിങ്ങൾ അൻസിബേനെ ഇത്ര പരിഗണിക്കുന്നത്? അപ്പോൾ സിബിൻ അൻസിബേനെ പരിഗണിക്കുന്നതല്ല, അൻസിബേനെ ഒരിക്കലും നമ്മൾ പാമ്പർ ചെയ്യല്ല, അൻസിബേനെ നമ്മൾ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അല്ലാതെ അവരെ പാമ്പർ ചെയ്യുന്നില്ല. ഓക്കെ ശരി. എന്തിനാണ് സ്വന്തം ടീമിലെ ആളെ ഇവരെ എന്തിന് കംഫർട്ടിലേക്ക് കൊണ്ടുവരുന്നത്? ഇതൊരു മത്സരമല്ലേ, അയാൾ എന്തിനാ വെറുതെ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരുന്നത്? ഇപ്പൊ സിബിൻ നമ്മുടെ ഒരു ടീമിലല്ലേ, നിങ്ങൾ നാളെ നമുക്കെതിരെ മത്സരിച്ചാൽ നമുക്കൊരു ടീമിനെ നമ്മൾ ശക്തിപ്പെടുത്തണ്ടേ, അതുകൊണ്ടാണ്, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ശരി തന്നെ. പക്ഷേ ടീമിലുള്ള വീക്കിൽ ഇങ്ങനെ വ്യക്തമായി മുഖത്ത് നോക്കി പറയാൻ പോലും ഇവിടെ ശ്രീരേഖയ്ക്ക് പറ്റുന്നില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, പറ്റുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സിബിൻ പറഞ്ഞു അൻസിബയാണ് നമ്മുടെ ഇവിടുത്തെ ടീമിലെ വീക്ക് ലിങ്ക്. ശരി, അടുത്ത ചോദ്യം, ഈ പവർ ടീമിൽ നിങ്ങൾക്ക് യോഗ്യതയില്ലാത്ത വ്യക്തി ആരാണ്? അപ്പം ശ്രീതു പറയാണ് അത് ഗബ്രി. അതെന്താണ്? അത് അവർ ഒന്നിച്ചാണ് കളിക്കുന്നത്, 2 പേരായിട്ടാണ് കളിക്കുന്നത്. കംഫർട്ട് സോണിൽ നിന്ന് മാറി 2 കണ്ടസ്റ്റന്റ് ഒരുമിച്ചാണ് കളിക്കുന്നത്. അതെങ്ങനെയാവും? ഗബ്രി ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീതു ഗെയിമിൽ ഒന്നിച്ചാണ് കളിക്കുന്നത്, അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഒന്നിച്ചാണ് കളിക്കണമെന്ന്? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ശ്രീതു കംഫർട്ട് സോണിൽ നിന്നാണ് കളിക്കുന്നത്, പല ഡിസിഷൻസും അവർ ഒന്നിച്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ സിബിൻ പറയാണ് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കളിച്ചാലും, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കളിച്ചൊരു ഗെയിമുണ്ട്, മറ്റേ മൊബൈൽ ചാർജിങ് ടാസ്ക്, അതിന് നിങ്ങൾ ഒന്നിച്ചല്ലേ കളിച്ചത്? അപ്പോൾ ഗബ്രി പറഞ്ഞു അത് ഗ്രൂപ്പ് ടാസ്ക് ആണ്, അത് പവർ ടീമിന്റെ ടാസ്ക് ആണ്. അപ്പോൾ സിബിൻ പറയുന്നത് ഗ്രൂപ്പ് ടാസ്ക് ആണെങ്കിൽ ഒരാളെങ്ങനെ ജയിക്കും? 2 ആളല്ലേ, ഒരു ടീമല്ലേ ജയിക്കേണ്ടത്? ഇതിപ്പോൾ നിങ്ങളല്ലേ അതിനകത്ത് കൊടുത്തത്, അത് മാത്രം. അപ്പോൾ ശ്രീതു പറഞ്ഞു നിങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്തു, നിങ്ങൾ ജാസ്മിന് വിട്ടുകൊടുത്തു. അപ്പോൾ സിബിൻ ഇവിടെ ഒരു കാര്യമുണ്ട്, ഗബ്രി ഇവിടെ കൈവിട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി ജാസ്മിൻ വന്നിട്ട് കൈപിടിക്കുകയോ ചെയ്യരുതോ, അരുത് ഗബ്രി എന്ന് പറയും.
അങ്ങനെയല്ലേ? അപ്പൊ ഗബ്രി വേറെ ആരെയും നിങ്ങൾ കൈ പിടിക്കണം കണ്ടിട്ടില്ലേ? അപ്പൊ സിബിൻ പവർ ടീമിൽ നിങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഗബ്രി പറയാണ് ഓക്കെ ശരി, ഈ ടീമിന്റെ ഈ സീസണിന്റെ ബേസിക് സ്വഭാവം എന്താണ്? 4 ബെഡ്റൂം അല്ലേ? അപ്പൊ 4 ടീം. അപ്പൊ ശ്രീത് പറയാണ് 4 ഗ്രൂപ്പാണ്, പക്ഷെ ഒരിക്കലും നിങ്ങൾ 2 ഗ്രൂപ്പായിട്ടാണ് നിൽക്കണത്, നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് നിൽക്കണത്, നിങ്ങളും ജാസ്മിനും, അതായത് ഗബ്രിയും ജാസ്മിനും. അപ്പൊ സിബിൻ നിങ്ങൾ 2 ടീമാണെങ്കിലും പല കാര്യത്തിലും അവതരിപ്പിക്കുന്നത് ഒന്നാണ്. അപ്പൊ ശ്രീരേഖ ഫസ്റ്റ് പവർ ടീം വന്നപ്പോൾ ആദ്യത്തെ പവർ ടീം നമ്മളായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ജാസ്മിനെ കയറ്റാൻ വേണ്ടി ഗബ്രി കുറെ കാര്യങ്ങൾ ചെയ്തായിരുന്നു. മറ്റുള്ളവരെ കൊണ്ട് സമ്മതം പറയിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഉടനെ തന്നെ ജാസ്മിൻ കയറി ഇന്ററപ്റ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ജാസ്മിൻ ഇന്ററപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. 3 പേർ തമ്മിൽ സംസാരിച്ചതും 3 പേര് സംസാരിച്ച് തീരുമാനിക്കേണ്ടതാണ്. സംസാരിച്ചിട്ട് അതിൽ നിന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്, അല്ലാണ്ട് എന്നെ ഗബ്രി കൊണ്ട് കയറ്റിയതല്ല അതിനകത്തേക്ക്. അപ്പൊ ബിഗ് ബോസ് ക്യാപ്റ്റൻ മോഡറേറ്റർ ആയിട്ട് നിന്നാൽ മതി, ഇവിടെ കയറി ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പൊ സിബിൻ ഹെൻസ് പ്രൂവ് ആയി കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ, ഗബ്രിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ജാസ്മിനോട് പ്രൂവ് ചെയ്തു. ഞാൻ ഇവിടെ ബഹുമാനം കാണിക്കുന്നത് നിങ്ങളുടെ ബാഡ്ജിനെയാണ്. നിങ്ങൾ ഫർദർ ആയിട്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എന്റെ ഉത്തരം ഗബ്രി അല്ലായിരുന്നു കേട്ടോ. പിന്നെ എന്തായിരുന്നു ഉത്തരം? എന്റെ ഉത്തരം വേറെ ഉത്തരമായിരുന്നു. അപ്പൊ ശ്രീതു നിങ്ങളടുത്ത് ഒരു ഉത്തരമല്ലേ പറയാൻ പറഞ്ഞത്? അല്ലല്ല, നിങ്ങൾ പറഞ്ഞത് ഓരോ ഇൻഡിവിജ്വലോടും ചോദിക്കാനാണ് പറഞ്ഞത്, അല്ല നിങ്ങൾക്ക് ഒരു ഉത്തരേ പാടുള്ളൂ. ഓഹോ അങ്ങനെയാണോ? ബിഗ് ബോസ് പറയുന്നുണ്ട് ചോദ്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഉത്തരങ്ങൾ പറയാം. ആണാ എന്നാ ശരി. അപ്പൊ അൻസിബ പറഞ്ഞിട്ട് ഒരു മാനുഷിക പരിഗണന തരാത്ത ആളാണ് ഗബ്രി. പിന്നെ 2 പേജിൽ കവിയാത്ത ഉത്തരം പറയാൻ പറഞ്ഞാൽ 100 പേജിൽ ഉത്തരം പറയും. അത് അങ്ങനെ പറയാം. അത് പേഴ്സണൽ ഗ്രഡ്ജാണ്. അൻസിബ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അത് പേഴ്സണൽ ഗ്രഡ്ജാണ്. അല്ല ഞാനൊന്ന് പറയട്ടെ, ജാസ്മിൻ മിണ്ടായിരിക്കും, ഗബ്രി മിണ്ടായിരിക്കും. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നോട് വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഗബ്രി പെരുമാറിയത്. അൻസിബ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ്. ഞാനത് മറക്കത്തേയില്ല, ഇവിടെ നിന്ന് പോയാലും മറക്കത്തില്ല. അപ്പൊ ഗബ്രി പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് പറയുന്നത്. അയ്യോ ഞാനൊന്ന് പറയട്ടെ, ഈ ഗബ്രി ഉണ്ടല്ലോ വളരെ, ഞാൻ പറയരുത് ഇവിടെ ഡേ 1 തൊട്ട് ഡേ 100 വരെ ഞാൻ നിൽക്കുന്നത്, ഡേ 6 തൊട്ട്. ഞാനൊന്ന് പറയട്ടെ മോഡറേറ്റർ പ്ലീസ് ഒന്ന് സംസാരിക്കും. ഈ റിപ്പോർട്ടർ സംസാരിക്കാൻ സമ്മതിക്കില്ല. ഇല്ല ഞാൻ സംസാരിക്കും. ദേ അൻസിബ വളരെ പേഴ്സണൽ ഗ്രഡ്ജോട് കൂടി എന്നെ പെരുമാറിയാണ്. അപ്പൊ അൻസിബ ഞാനൊന്ന് പറഞ്ഞോട്ടെ പറയണ്ട, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റേ. അപ്പൊ ജാസ്മിൻ ഗബ്രി ഒന്ന് നിർത്ത്, ഗബ്രി ഉത്തരം കൊടുക്കാൻ സ്പേസ് കൊടുക്ക്. ഇല്ല ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, എസ് ഓർ നോ രീതിയിൽ ഉത്തരം പറഞ്ഞാൽ മതി. അൻസിബ റെസ്പെക്റ്റോട് കൂടി പറയൂ, ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? പറന്ന് അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. അപ്പൊ ഗബ്രി ഒരു മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെ വേണം? പറ. അപ്പം അല്ല വായു വേണം, ഓക്സിജൻ വേണം, വെള്ളം വേണം. അല്ല ചോദ്യം ബേസ്ലെസ് ചോദ്യങ്ങളാണ്. നീ എന്തോന്നൊക്കെ ചോദിക്കണത്? ഇല്ല ഞാൻ ചോദിക്കാം, ഒരാൾക്ക് ജീവിക്കാൻ എന്ത് വേണം? മനുഷ്യന് ജീവിക്കാൻ എന്ത് വേണം? ഗബ്രി അപ്പൊ എന്തോന്ന് ചോദ്യങ്ങളാണ് ചോദിക്കണം? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരം മുട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അയ്യോ നിങ്ങൾ എന്തോന്നൊക്കെയാണ് ഈ ചോദിക്കുന്നത്? ഇവിടെ വലിച്ചു നീട്ടി ഉത്തരം പറയാൻ പറ്റത്തില്ല. യെസ് ഓർ നോ. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെ വേണം? ഇപ്പൊ റസ്മിൻ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നീ നിർത്തുന്നതിന്റെ ചോദ്യങ്ങൾ നിർത്ത്, കൂറ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. അൻസിബ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് പെരുമാറിയത് അല്ലേ? അൻസിബയും തിരിച്ച് ഗബ്രിക്ക് വെള്ളം കൊണ്ട് കൊടുത്തത് വളരെ മോശം. അപ്പൊ ഗബ്രി ഞാൻ പറയാം, അൻസിബ എനിക്ക് വെള്ളം കൊണ്ടുവന്നത് ഹലോ ഞാനാണ് ചോദിക്കുന്നത്, നീ മിണ്ടായി അവിടെ. അപ്പൊ അൻസിബ റസ്മിൻ ഇവിടെ വേസ്റ്റ് എടുത്തിട്ടതുപോലെ അല്ലേ? അപ്പൊ റസ്മിൻ ഇത് ചോദിക്കേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഇതിനുള്ള ആവശ്യം അല്ലെങ്കിൽ ചോദിക്കേണ്ട ആളല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിബിൻ പറയുന്നുണ്ട് പവർ ടീമിൽ നിൽക്കുന്ന ആൾക്കാരിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്യാൻ പാടില്ല, വളരെ സ്വേച്ഛാധിപതിയായിട്ടാണ് ഗബ്രി പെരുമാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു റിപ്പോർട്ടറിന്റെ അഭിപ്രായത്തിൽ ഒരു ഒരുമ പോലും നിങ്ങൾക്കില്ല, ഒരാൾ മാത്രമാണ് ഇവിടെ പൊങ്ങി നിൽക്കുന്നത്, അഡമൻ്റായ വ്യക്തിയാണ് ഗബ്രി. അതുകൊണ്ട് തന്നെയാണ് ഗബ്രി ഇതിൽ വരാൻ പാടില്ലാത്തത്. അപ്പൊ ഗബ്രി പറയുന്നത് പവർ ടീമിന്റെ നിയമം എന്നാണ്. അപ്പൊ ശ്രീരേഖ ഒരു പ്രസ് റിപ്പോർട്ടർ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്പമെങ്കിലും മാന്യത കാണിക്കണം. സിബിൻ ഇപ്പോൾ താങ്കൾ കാണിക്കുന്നതാണോ ഈ മാന്യത? ഇതാണോ താങ്കൾ കാണിക്കുന്ന മാന്യത? എന്താണ് മാന്യത? ഗബ്രി എന്താണ് മാന്യത? ഇപ്പൊ പറയണം, ഉത്തരം യെസ് ഓർ നോ. എന്താണ് മാന്യത? ശ്രീരേഖ ഗബ്രി എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? ഇവിടെ ഗബ്രിയും ജിൻഡോയും 2 പേരും വളരെ തെറ്റ് ചെയ്തിട്ട് ലാലേട്ടൻ പുറത്താക്കിയതാണ്. ഗബ്രി പവർ ടീമിൽ പോയി, ഒരാൾ നോമിനേഷനിൽ പോയി. ഇതിനകത്ത് എന്താണുള്ളത്? ഇതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? ഓക്കെ അവസാനിച്ചു. നിലവിലെ പവർ ടീമിനെ കുറിച്ച് എന്താ പറയുക ശ്രീരേഖ? അയ്യോ വളരെ മോശം. ഗബ്രി ആണെങ്കിൽ ഒട്ടും റെസ്പെക്ട് ഇല്ല, 3 പേർക്ക് കുറച്ചെങ്കിലും ഒരു സ്പേസ് കൊടുക്കുന്നില്ല. അപ്പൊ അപ്സര ഇന്ന് രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയൂ ശ്രീരേഖ. അല്ല അപ്സരയെ കുറിച്ചാണെങ്കിൽ അപ്സരയുടെ ടോൺ വളരെ മോശം. അപ്പൊ അൻസിബ അയ്യോ ഒട്ടുമേ സാറ്റിസ്ഫൈഡ് അല്ല ഈ പവർ ടീമിൽ, ഒട്ടും ക്വാളിഫൈഡ് അല്ല. ഗബ്രി ആണെങ്കിൽ പിന്നെ പറയണ്ട. റസ്മിൻ ആണെങ്കിൽ ടീം ഭയങ്കര ഡിസ്റെസ്പെക്ട് ഉള്ളതാണ്, മൂക്കള പിഴിഞ്ഞ സാധനങ്ങൾ വരെ കൊണ്ടിട്ടാണ് ഫ്ലോറിലിട്ടത്. പിന്നെ അപ്സര നല്ല ക്യാപ്റ്റനാണ്, പക്ഷേ ഒരു ആക്ഷൻ
പട്ടിയോട് പറയുന്ന പോലെയാണ് പറഞ്ഞത്. വളരെ മോശം. ഞാൻ എന്താണ് നിങ്ങളുടെ വേലക്കായോ നിങ്ങൾ ചെയ്യാൻ? വളരെ മോശം രീതിയിലാണ് പെരുമാറിയത്. അപ്പൊ അൻസിബ അവിടെ അപ്സര അവിടെ തീർന്നു കേട്ടാ. ഒരു മിനിറ്റ് എനിക്ക് പറയണം ഗബ്രി, ഒരു മിനിറ്റ്. ഇവിടെ അപ്സര പേഴ്സണൽ ഗ്രിഡ് എടുക്കുകയാണ്, പേഴ്സണൽ ഗ്രിഡ്. അപ്പോഴത്തേക്കും ഒന്നും മിണ്ടായി. ഓരോരുത്തർക്ക് വേണ്ടി പറയാനുള്ള സമയം കൊടുക്കും നിങ്ങൾ. അപ്പൊ അൻസിബ ടീമിന് വേണ്ടി പറയുമ്പോൾ 4 പേരെയും പറയണം. ഇല്ല, ടീം എന്ന് പറഞ്ഞാൽ ടീമാണ്. അപ്പൊ ജാസ്മിൻ അല്ല, ടീം എന്ന് പറഞ്ഞാൽ ഒരു ടീമാണ്, ഓരോരുത്തരല്ല. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഓരോരുത്തർ പറയരുത്. ജാസ്മിൻ പിന്നെ സംസാരിക്കുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ട്? ഇവിടെ മറ്റു ടീമിന് വേണ്ടിയിട്ട്. അയ്യോ മോളെ അവിടെ ജാസ്മിൻ മോളെ 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 അൻസിബ ദയവ് ചെയ്തിട്ട് ടീമിന് വേണ്ടി സംസാരിക്കുക, ഓരോരുത്തർ വേണ്ട. അപ്പൊ അൻസിബ മോളെ ജാസ്മിൻ ചിന്നുകുട്ടി വേണ്ട കേട്ടോ. അപ്പൊ ഗബ്രി പേഴ്സണൽ ഗ്രഡ്ജ്, പേഴ്സണൽ ഗ്രഡ്ജ്, പേഴ്സണൽ ഗ്രഡ്ജ്, പേഴ്സണൽ ഗ്രഡ്ജ്. അപ്പൊ അർജുൻ പറയുന്നുണ്ട് എൻ്റെ അടുത്തത് ഞാൻ ആരുടെ മൂഡ് താങ്ങാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ പണിയെടുക്കാത്തതുകൊണ്ടല്ല, ഞാൻ മൂഡ് താങ്ങാത്തതുകൊണ്ടാണ് എന്നെ ഇവിടെ പവർ ടീമിലേക്ക് എടുത്തത് കേട്ടല്ലോ. ഓക്കെ ശരി. അപ്പം നിങ്ങളുടെ നാട്ടിൽ പട്ടിയെ ഇങ്ങനെയാണോ വിളിക്കുക? അപ്സര ഇതിലിരിക്കുകയാണ് പട്ടിയെ കാണിച്ചത്. നിങ്ങളുടെ നാട്ടിലെ പട്ടീനെ ഇങ്ങനെയാണോ വിളിക്കുന്നത്? ഇങ്ങനെയാണോ വിളിക്കുന്നത്? അപ്പോൾ സിബിൻ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും, അങ്ങനെ ഓരോരുത്തർക്ക് ഫീൽ ചെയ്ത കാര്യം. ഓക്കെ ശരി ശരി ശരി. ഇങ്ങനെ തന്നെയാണോ അൻസിബ? അല്ല, എന്നാൽ പിന്നെ മിണ്ടായിരിക്കുക. ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഓക്കെ. അപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞത് പോയിന്റുകൾ വേസ്റ്റ് അല്ലേ? അത് കഴിഞ്ഞു. അടുത്ത് എനിക്ക് ഇനി ജാസ്മിനാണ് ചോദിക്കേണ്ടത്. ടൈം കഴിഞ്ഞു. ഓക്കെ, എനിക്ക് ചോദിക്കേണ്ടത് സിബിനോടാണ്. സിബിൻ ചേട്ടാ, ശ്രീരേഖ 2ാമത്തെ ആഴ്ച പവർ റൂമിൽ നിന്ന് ഒരാളെ മാറ്റാൻ വേണ്ടിയിട്ട് എന്നെയും ഋഷിനെയും അതേപോലെ തന്നെ സിജോയിനെയും തിരഞ്ഞെടുക്കുന്നു. സിജോ ഒരു ബ്ലണ്ടർ വിളിച്ച് പറയുന്നു. സിജോ നമ്മളെ കൊണ്ട് കുറേ കാര്യങ്ങൾ വിശ്വസിപ്പിച്ചു. ബിഗ് ബോസ് അത് തടഞ്ഞു. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചു, എന്നെ തിരഞ്ഞെടുത്തു. എല്ലാവരും ഭൂരിപക്ഷത്തോടു കൂടി എൻ്റെ പേരാ പറഞ്ഞത്. ഇവിടെ ശ്രീരേഖ എന്ന് പറഞ്ഞ ചേച്ചി സിജോയുടെ പേരാ പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ എത്തി, അല്ലാതെ ഗബ്രി എന്നെ എത്തിച്ചല്ല. എൻ്റെ കഴിവ് കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടാണ് ഞാൻ എത്തിയത്. എന്നാൽ എല്ലാ ടാസ്ക് വരുമ്പോഴും സിജോ മതിയായിരുന്നു ശ്രീരേഖ പറയുന്നത് ശരിയാണോ? അപ്പം സിബിൻ ഇത് കടല് പോലെയുള്ള ചോദ്യം ചോദിച്ചിട്ട് യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ശരിയാണോ അല്ലേ? ഹലോ, എനിക്ക് ബുദ്ധിമുട്ടാണ്. യെസ് ഓർ നോ പറയാൻ എനിക്ക് പറ്റത്തില്ല. ഒന്നെങ്കിൽ യെസ് ഓർ നോ പറഞ്ഞ് എനിക്ക് എക്സ്പ്ലനേഷൻ തരാൻ സമയം തരണം. ഇല്ല, സമയം തരില്ല. യെസ് ഓർ നോ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ സൗകര്യമില്ല, അത്രേ ഉള്ളൂ. പിന്നല്ലാണ്ട് പിന്നെ യെസ് ഓർ നോ പറയാനാണെങ്കിൽ സൗകര്യമില്ല. ഒന്നെങ്കിൽ എനിക്ക് നോ പറയാൻ എക്സ്പ്ലനേഷൻ തരണം കേട്ടല്ലോ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ ഉത്തരം തരാനുള്ള ഇത് നമുക്ക് തരണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബെല്ലടിക്കുകയാണ്. കഴിഞ്ഞ്. ഇനി ബൈ, ഗുഡ് ബൈ. ഓക്കെ, ഇനി അവിടെ കിടന്ന് മെഴുക്. ബാ നമുക്ക് അകത്ത് പുറത്തു പോകാന്ന് പറഞ്ഞ് ശ്രീരേഖയും ശ്രീതു എല്ലാവരും കൂടെ പോയിട്ട് എന്ന് പറഞ്ഞ് താങ്ക് യു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പവർ ടീമിൽ എല്ലാവരും കൂടെ ബാക്കി അവരിങ്ങനെ ഇരിക്കുകയാണ് നാളം കെട്ടിട്ട്. നമ്മൾ തീർന്നടാ, പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം, തലയൊക്കെ താഴ്ത്തി വെച്ചിറങ്ങാം കേട്ടോ, നമ്മൾ ചമ്മി തട്ടുന്ന കാണിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പവർ ടീമിൽ എല്ലാവരും കൂടെ നീ എന്തോന്ന് ഗബ്രി കാണിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കണം. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ഇവിടെ അവരെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടല്ലോ. പിന്നെ നീ ഇടയ്ക്ക് കയറി മിണ്ടരുതെന്ന് പറയരുത് എന്നൊക്കെ ആര് പറഞ്ഞു? ജാസ്മിനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ശ്രീരേഖയെ മനസ്സിലെ സംസാരിക്കുന്നുണ്ട്. എന്തോന്നാണ് മോഡറേറ്റർ കയറിയിട്ട് അവന് വേണ്ടി വർത്താനം പറയുന്നത്. എൻ്റെ കൂടെ ജാസ്മിനും ജാസ്മിൻ നീ എന്തോന്നാണ് നീ പറയണ മൊത്തം ശരിയല്ല ഗബ്രി അല്ല, മൊത്തം ശരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരു മത്സരമാകുമ്പോൾ പല കാര്യങ്ങളും പലരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ നോക്കും. അതിനകത്ത് ചില തെറ്റുകളൊക്കെ എനിക്ക് പറ്റും, അത്രേ ഉള്ളൂ. നീ ഇൻട്രപ്റ്റ് ചെയ്യണ എന്തിനാണ്? ഞാൻ മോഡറേറ്ററാണ്, അതുകൊണ്ട് ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യും. നീ എന്തിനാണ് ഇൻട്രപ്റ്റ് ചെയ്യണത്? നീ ഇൻട്രപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്രസ് മീറ്റ് ഒക്കെ കണ്ടില്ലേ, ഒരാളുടെ മുകളിൽ കയറി എന്ന് പറയണം, അത്രേ ഉള്ളൂ. അങ്ങനെ റിസൾട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ടണൽ ടീം, സെക്കൻഡ് നെസ്റ്റ്, തേർഡ് ഡെന്ന്. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വന്ദന ഇറങ്ങി പോകുന്ന നേരം ഉള്ള ജാസ്മിൻ വന്ദന അവിടെ ഇരുന്ന് ക്ലിയർ ചെയ്യാണ്. അപ്പോൾ ജാസ്മിൻ നീ തല്ലുകൂടാനൊന്നും അല്ല ഞാൻ വന്നത് നന്ദന, ഞാൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് സോറി പറയാനാണ് വന്നത്. അപ്പോഴാണ് ചേച്ചി വേറെ രീതിയിൽ പറഞ്ഞു തുടങ്ങിയത്. അപ്പം ഞാൻ 2 മണിക്കൂർ കൂടുതൽ വഴക്ക് വെക്കത്തില്ല മോളെ ആരുമായിട്ട്, അതെനിക്കറിയാം ചേച്ചി, പക്ഷേ ഇപ്പം സംസാരിക്കേണ്ട. ഞാൻ ട്രിഗറാവും, ചില ചേച്ചിക്ക് ബുദ്ധിയില്ലെന്ന് തോന്നിയാലോ. ഓക്കെ ചേച്ചി ശരി. അത് കഴിഞ്ഞിട്ട് ജിൻഡോ വഴക്ക്. ശരണ്യ കയറി വരുന്നുണ്ടേ. അതെ, ഈ ജിൻഡോവിന് എൻ്റെ ഡ്രസ്സിങ് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് വല്ല കുഴപ്പം തോന്നിയാ ഇയാൾ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം എൻ്റെ ഡ്രസ്സിങ് ശരിയല്ലെന്ന്. അപ്പോൾ ശ്രീകുമാർ ചേച്ചി ജിമ്മിലൊക്കെ അയാൾ കൂടെ നിൽക്കുന്നത് എങ്ങനെയാണ്? ഈ ഡ്രസ്സിലല്ലേ, പോയി പറഞ്ഞു കൊടുക്ക്. അപ്പോൾ നേരെ ശരണ്യ പോകുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് എന്താണ് എൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് കുഴപ്പം? അപ്പോൾ ഉടനെ ജിൻഡോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടരുത്. ഇങ്ങനത്തെ ഡ്രസ്സ് ഇടരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ്? അല്ല എനിക്കിഷ്ടമല്ല, ഫാമിലിയും കുട്ടികളും ഒക്കെ കാണുന്ന പരിപാടിയാണ്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല. ആര് പറഞ്ഞു? അപ്പൊ എല്ലാവരും കൂടെയാണ്. എന്താണ് താൻ പറഞ്ഞത്? താൻ എന്താണ് ഒരാളുടെ ഡ്രസ്സ് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അല്ല എനിക്കറിയത്തില്ല, എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്, എനിക്ക് അത്രേ പറയുള്ളൂ. ഇഷ്ടമല്ല നിങ്ങൾക്ക് പറയാം, ഇടരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? നിങ്ങൾ എന്താ മുണ്ട് മാറ്റി കാണിച്ചതോ? മുണ്ട് മാറ്റി ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ കാണിച്ചെങ്കിൽ വാ, ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. എല്ലാവരെയും കൂടെ ഗാർഡൻ ഏരിയക്ക് കൊണ്ടുപോയാണ്. ഇതാണ് സ്ഥലം, ഇതാണ് ഗാർഡൻ ഏരിയ. അപ്സര തലയും മുണ്ടിട്ട് നിൽക്കായിരുന്നു. ജാനു പറയുന്നുണ്ട് തിളക്കത്തിലെ പോലെ മുണ്ട് പറിച്ച് ആരെങ്കിലും പോയാലോന്ന്. അപ്പം ഞാൻ കാണിച്ചു കൊടുത്തതാ
ഞാൻ ഇവിടെ ട്രൗസർ ഇട്ടിട്ടുണ്ട്, ഇതാണ് ഞാൻ കാണിച്ചു കൊടുത്തത്, അല്ലാണ്ട് മുണ്ട് പൊക്കിയൊന്നും ഞാൻ കാണിച്ചു കൊടുത്തില്ല. എന്നാൽ ശരി, ഞാൻ പറയട്ടെ, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഹസ്ബൻഡിനും ഇല്ലാത്ത നാണക്കേട് അല്ലെങ്കിൽ പ്രശ്നം തനിക്ക് എന്താണോ? തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലല്ലോ, പിന്നെ താൻ എന്തിനാണ് കയറി ഇടപെടുന്നത്? എൻ്റെ വീട്ടുകാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് സായി, അതെ കുട്ടികളൊക്കെ കാണുന്നുണ്ടെന്ന് പറയാൻ എന്തെന്നാണ് അങ്ങനെ ജിൻഡോ അങ്ങനെ പറഞ്ഞത്? ഇത് ഈ ഡ്രസ്സ് കടയിലൊക്കെ ഉള്ളതല്ലേ, ഈ ഡ്രസ്സ് ഇടാൻ പാടില്ലെന്ന് വല്ലതും ഉണ്ടോ? ഇല്ല, പിന്നെ എന്തിനാണ് ആവശ്യമില്ലാണ്ട്? അപ്പൊ പിന്നെ സോറി, ശരി ഞാൻ സോറി. എനിക്ക് കുറച്ച് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ട്, ഞാൻ പല ഡ്രസ്സുകളും ഇവിടെ ഇടും കേട്ടല്ലോ, നിങ്ങൾ കയറി ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പൊ ജാസ്മിൻ എല്ലാം ശരി, ഇതുവരെ നടന്നതൊക്കെ ശരി തന്നെ, നിർത്തിക്കോ, എല്ലാം ശരിയല്ല. ജിൻഡോക്കാക്കെ ഇനി മറ്റേ ഫിസിക്കൽ ട്രെയിനിങ് എടുക്കണം. എനിക്ക് അപ്പോഴേ പറയാൻ വന്നത്, അതെ ഇയാൾ എൻ്റെ അപ്പോൾ ഉടനെ ജിൻഡോ ഉടനെ വർക്കൗട്ട്. അപ്പൊ നീ എന്തിനാണ് നിനക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞു, അപ്പൊ നീ എന്തിനാണ് ഞാൻ ശരീരത്തിൽ തൊട്ടെന്ന് പറഞ്ഞത്? വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ മോശമായി നില തൊട്ടെന്ന് പറഞ്ഞത്? എനിക്ക് ഡിസ്കംഫോർട്ടബിൾ ആയിട്ട് തോന്നി, ഞാൻ പറഞ്ഞു. അപ്പൊ ജയദീപ് അതെന്താ ചേച്ചി അപ്പം പറയാത്തത്? എനിക്ക് അപ്പം പറയാൻ തോന്നി, ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പേഴ്സണൽ ലൈഫ് ഇയാൾക്ക് പുറത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ജിൻഡോ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആണ് തൊട്ടത്, അല്ലെങ്കിൽ അതിലെന്തോന്നാണ് ഉള്ളത്? അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, റസ്മിന് ഇവിടെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, എനിക്ക് പറ്റത്തില്ല, എനിക്കത് ഡിസ്കംഫോർട്ടായിട്ട് തോന്നി, ഞാൻ പോയി. ഇവിടെ പലർക്കും തോന്നിയിട്ടുണ്ട്. അപ്പൊ ചേച്ചി അപ്പൊ പറയണമായിരുന്നു, ഇപ്പോഴല്ല പറയേണ്ടത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജിൻഡോ ഞാൻ ചെയ്തത് എന്താണ് കുറ്റം? ചെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അപ്പൊ ജാസ്മിൻ മതി എല്ലാം കഴിഞ്ഞ് ജിൻഡോ കാക്ക ഇനി ട്രെയിനിങ്ങും കുന്തമൊന്നും വേണ്ട, നിർത്തിക്കോ, എല്ലാ പരിപാടിയും നിർത്തിക്കോ. ഇവിടെ ട്രെയിൻ ചെയ്യാനല്ല, നിങ്ങൾ ഗെയിം കളിക്കാനാണ്, നിർത്തിക്കോ. ഇനിയുള്ള പരിപാടിയൊന്നും വേണ്ട, നിർത്തിക്കോ, അത്രേ ഉള്ളൂ. ഞാൻ നിർത്തി, ഞാനൊന്നുമില്ല, പക്ഷെ ഞാൻ നാളെ ഇഷ്ടമുള്ള ഡ്രസ്സിലും ആരും മോശം പറഞ്ഞേക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് അത് അവസാനിക്കുകയാണ് ശരണ്യ ജിൻഡോ പ്രശ്നം. അതിനിടയിൽ കൂടെ റസ്മിന് വയ്യാതെ കിടക്കണം. അപ്പം ജസ്മിന് വയ്യാതെ കിടക്കുന്ന ഇടയ്ക്കാണ് ജാസ്മിൻ അവിടെ പോയത്. അപ്പോൾ തിരിച്ചു വരുന്നുണ്ട്, നോറ റസ്മിനെ കൈ പിടിച്ചിരിക്കുന്നുണ്ട്. മാറ് ഞാനിരിക്കാം. അപ്പോൾ ശ്രീരേഖ അല്ല, ക്യാപ്റ്റന് വേറെ പരിപാടി ഉണ്ടല്ലോ. ഇല്ല, ഞാനിരിക്കും ഇവിടെ. അപ്പോൾ നന്ദ ബാ ചേച്ചി ബാ, അവിടെ ഇരുന്നോളൂ, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ എൻ്റെ അമ്മോ. അത് കഴിഞ്ഞ് ജാസ്മിനും ജിൻഡോയും, അതെ ജിൻഡോ കാക്ക നിങ്ങൾ ഒട്ടും വിശ്വസിക്കില്ല, കാര്യം നിങ്ങൾ എൻ്റെ പല കാര്യങ്ങളും എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് എടുത്തിട്ട് വരെ നിങ്ങൾ വൃത്തിയായിട്ട കളി കളിച്ചാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവരെ പോയി കൈ പിടിക്കുകയൊക്കെ ചെയ്യാം. അയ്യോ എൻ്റെ മോളെ ഞാൻ നിർത്തി, ആരുടെ കൈയും പിടിക്കാനില്ല, ഒന്നും പിടിക്കാനില്ല. ഇവിടെ ഇങ്ങനെയാണ്, ഇത് ബിഗ് ബോസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. ലൈറ്റ്സ് ഓഫ് ചെയ്തു, രാത്രി ഉറക്കം. അപ്പോൾ ജിൻഡോ എൻ്റെ നോറേ നീ ഒരു പാട്ട് പാട്. എൻ്റെ പാട്ട് അത്രയ്ക്ക് ഇഷ്ടമാണോ അതോ കളിയാക്കിയതാണോ? നീ കള്ള ഉറക്കം കളിക്കണല്ലേ, നീ നോറ പാട്ട് പാടണോ? ഓക്കെ. ദഹലീസ് പേ മേരേ ദിൽ കി ജോ രഖേ ഹേ ഹം തം നാ 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 നാ. അത് കഴിഞ്ഞ് എപ്പിസോഡ് BB+ അവസാനിക്കുകയാണ്. നാളെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.